Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണ്. ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. 33.80 പോയിൻറ്റ്സ് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. 24,085.85 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇന്നലെ ഓവറോൾ ഒരു സൈഡ് വേസ് ഡേ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് ഡേ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇന്നലെ വീക്ക്ലി എക്സ്പയറി കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു സൈഡ് വേസ് ഡേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡേ ലോയിലേക്ക് വന്നു. സ്പോട്ട് ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് വേസ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു നോ ട്രേഡ് ഡേ ആയിരുന്നു. ഇന്നലെ ട്രേഡ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യാത്ത ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 24,100 കോൾ ഓപ്ഷനും 24,050 കോൾ ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാം. അറൗണ്ട് 24,100 തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 24,100 പുട്ട് ഓപ്ഷൻ ട്രേഡിങ് അറൗണ്ട് 170. അതും നമുക്കതുപോലെ തന്നെ 24,050 പുട്ട് ഓപ്ഷൻ ട്രേഡിങ് അറൗണ്ട് 150. അപ്പോൾ ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസും പുട്ട് ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. കോൾ ഓപ്ഷനിൽ 24,100 കോൾ ഓപ്ഷനും 24,050 കോൾ ഓപ്ഷനുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. $33.80 പോയിൻറ്റ്സിൻ്റെ പോസിറ്റീവ് ഓപ്പണിംഗ്. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഒരു 143 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 24,000 ലെവലിൽ 24,000 അതുപോലെ തന്നെ 24,150 ലെവലിൻ്റെ ഇടയിലായിരുന്നു ഇന്നലെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി. അപ്പോൾ ഇന്ന് ഒരു 24,200 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ 150 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നലത്തെ ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. 24,200 250 ലെവലിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഡയറക്ഷൻ കൺഫർമേഷൻ അതുപോലെ തന്നെ എൻട്രി കൺഫർമേഷനും വേണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇന്നലെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു രാവിലെ, പക്ഷേ അത് എക്സിക്യൂട്ട് ആയില്ല. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഓർഡർ എക്സിക്യൂട്ട് ആയില്ല. അപ്പം എക്സിക്യൂട്ട് ആവുന്നതിന് ഒരു 2-3 രൂപയുടെ ഡിഫറൻസിൽ വന്നിട്ട് അതിനുശേഷം ടാർഗറ്റിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അതിനെ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം അത് രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം നല്ലൊരു ട്രേഡ് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഓവറോൾ സൈഡ് വേസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കി ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും നോക്കാം. ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. നല്ലൊരു മൊമെൻറ്റം ഉണ്ട്. 150 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്നലത്തെ ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 200-250 ലെവലിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡയറക്ഷൻ ബുള്ളിഷ് തന്നെ ആയിരിക്കും. എൻട്രി കൺഫർമേഷന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയാണ് ആ ഒരു 150 ലെവൽ ഇന്നലത്തെ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് 200 ലെവൽ വന്നു. 200 ബ്രേക്ക് ചെയ്യുമോ നോക്കാം നമുക്ക്. അതുപോലെ തന്നെ 250 ലെവൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റമാണ്. പക്ഷെ നമ്മുടെ എൻട്രി നമുക്ക് വന്നിട്ടില്ല. ഡയറക്ഷണൽ കൺഫർമേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റാണ് മുകളിലേക്ക് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ ക്യാൻഡിൽസ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഓരോ 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്യാൻഡിൽസ് ആയിട്ടാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എടുത്തിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ നമ്മളെപ്പോൾ എടുക്കുകയാണെങ്കിലും നമ്മുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ അതിനെ ആ ഒരു ട്രേഡിനെ മാനേജ് ചെയ്യാനുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ട്രേഡ്സ് എടുക്കാൻ പാടുള്ളൂ. വൺസ് അത് എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ നമുക്കതിനെ ഹെഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലോസ് ബെയർ ചെയ്യാനുള്ളൊരു ഒരു റിസ്ക് അപ്പറ്റൈറ്റ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു സപ്പോർട്ടും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം എങ്ങനെയാണെങ്കിലും അത് റിവേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡ്സ് ഒരുപക്ഷെ ഇത് പ്രോഫിറ്റ് തരുമായിരിക്കും. പക്ഷേ ആ ഒരു ശീലം നമുക്ക് നമ്മുടെ ഒരു സെറ്റപ്പ് വരികയാണെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പർച്യൂണിറ്റി എന്തായാലും മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ന് ഇത്രയും മൂവ്മെൻറ്റ് രാവിലെ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ വരികയാണെങ്കിൽ ഇന്ന് ഓവറോൾ ഇന്നത്തെ ദിവസം നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെ സൈഡ് വേസ് ആവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ഡേ ഉണ്ട്. ഇന്നത്തോടെ നമുക്ക് മാർക്കറ്റ് അവസാനിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിൽ എല്ലാവരും വയ്ക്കുക. ഇത് വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. നമുക്ക് ഒരു മിസ്സായി പോയി എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. നമുക്ക് നമ്മുടെ എൻട്രി, നമ്മുടെ ഒരു സെറ്റപ്പ് വരാൻ വേണ്ടി മാർക്കറ്റ് ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും. ഇന്നലെ ആ ഒരു രീതിയിൽ എനിക്ക് ഒരു ട്രേഡ് പോലും ഇന്നലെ എടുക്കാനായിട്ട് പറ്റിയില്ല. ആകെ ഒരു ട്രേഡാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആക്റ്റീവ് ആയില്ല. കൃത്യമായിട്ടൊരു 20-25 പോയിൻറ്റ്സ് പ്രോഫിറ്റ് സൈഡിലേക്ക് വരികയും ചെയ്തു. ഓൾമോസ്റ്റ് ആക്റ്റീവ് ആയതിനു ശേഷം ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ വന്നതിന് ശേഷം അപ്പോൾ ആക്റ്റീവ് ആവാത്തതുകൊണ്ട് തന്നെ ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ ട്രേഡ്സ് എടുക്കാനായിട്ട് പോയില്ല. ഇന്ന് അതേപോലെ തന്നെ നമുക്ക് ഇത്രയും മൊമെൻറ്റം വന്നെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് 200ലേക്ക് വരുമെന്ന്. 150 വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. 250 ആണ് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എൻട്രി വരുന്നത് വരെ നമുക്ക് ഒരിക്കലും ട്രേഡ് ചാടിക്കയറി ട്രേഡ് എടുക്കാവുന്ന ഒരു ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റേണ്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ക്യാപിറ്റലുണ്ട്, റിസ്ക് മാനേജ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ചെയ്യാം. ചെറിയ ക്യാപിറ്റൽ ചെയ്യുന്നവർ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മൊമെൻറ്റംസ് എടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലൊന്നും നമുക്കതിനെ ലോങ് ടേമിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ഇന്നൊരു ദിവസം ഉണ്ടാക്കിയാൽ പോലും. അപ്പോൾ നമ്മുടേതായ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്കുണ്ടാവും. ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൻ്റെ ആ ഒരു എൻട്രി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതും പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരിക്കലും ആ ഒരു നഷ്ടപ്പെട്ടു എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ട്രേഡ് ഈ ഒരു മൂവ്മെൻറ്റ് എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ എല്ലാ മൂവ്മെൻറ്റും നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് ഒരു 15 മിനിറ്റ്സ് സൈഡ് വേസ് ആയതിനു ശേഷം മൂവ്മെൻറ്റ് വന്നതാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ഇത് ഓപ്പണിംഗ് മുതൽ തന്നെ മൂവ്മെൻ്റ് ആണ്. ഫസ്റ്റ് 10 മിനിറ്റ്സിൽ തന്നെ അത് 24,080 ലെവൽ അല്ലെങ്കിൽ 24,100 200 ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. നമ്മുടെ എൻട്രി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു ഓർഡറും തന്നെ പ്ലേസ് ചെയ്തിട്ടില്ല, ഓർഡേഴ്സ് ഒന്നും തന്നെ പ്ലേസ് ചെയ്തിട്ടില്ല, പൊസിഷൻസ് ഇല്ല. നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആ 24,100 പുട്ട് ഓപ്ഷൻ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓൾറെഡി അത് 200ലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ അപ്ഡേറ്റ് ആവാത്തതാണ്. ജസ്റ്റ് 214ലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ എൻട്രി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് വരും. അതൊരു നഷ്ടമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യരുത്. നമ്മൾ വാച്ച് ചെയ്യുക. നമ്മുടെ ഒരു ഡിസിപ്ലിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിങ്ങനെ പോകുന്നത് ഏറ്റവും മുകളിൽ പോയിട്ട് കയറാനുള്ളൊരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇത്രയും മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കിയിരുന്നിട്ട് അത് ഏറ്റവും മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇനി വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും കയറാം, എന്തായാലും വരുന്നത് വരട്ടെ എന്നുള്ളൊരു ചിന്ത ഒരിക്കലും പാടില്ല. കയറുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ ഒരു 100 പോയിൻറ്റ് 200 പോയിൻറ്റ് 500 പോയിൻറ്റ് പോയാലും നമ്മൾ കയറാതിരിക്കുക. നമ്മുടെ എൻട്രി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് സമയം 3:30 വരെ നമുക്ക് സമയമുണ്ട്, അല്ലെങ്കിൽ 3 മണി വരെ സമയമുണ്ട്. അതിനിടയിൽ ആ ഒരു എൻട്രി വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു ഡിസിപ്ലിനാണ് നമുക്ക് ഏറ്റവും
അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ട്രേഡ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇൻട്രാഡേ എല്ലാം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. നമ്മുടെ എൻട്രി ഇതുവരെ വന്നിട്ടില്ല. 24,200 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,250 ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,200 ലെവലിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു സൈഡ് വേസ് ആണ്. ആ ഒരു ലെവലിലൊരു കൺസോളിഡേഷനാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി നോക്കുകയാണെങ്കിൽ 24,200, കോൾ ഓപ്ഷൻ 152ലാണ്. നമുക്കൊരു 146ലാണ് ഒരു എൻട്രി. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഒരു ലെവലിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷർ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. റിസ്ക് 20 പോയിൻറ്റ്സ് ആണ്. പക്ഷേ അധികം അപ്സൈഡ് 24,250ലേക്ക് വരികയാണെങ്കിൽ മാത്രമേ നല്ലൊരു മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 150.6 ആണ് ഇപ്പോൾ ലോ വന്നിട്ടുള്ളത്. വെയിറ്റ് ചെയ്യാം. ഇത് ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ഡേ ഹൈ 165. യെസ്, 165 ആണ് 24,200 കോൾ ഓപ്ഷൻ്റെ ഡേ ഹൈ വന്നിട്ടുള്ളത്. 24,100 ഡേ ഹൈ വന്നിട്ടുള്ളത് 223 ആണ്. ഓക്കെ, ഇപ്പോൾ ഓവറോൾ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് ഇന്ന് വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ 24,200 ലെവലിൽ കൺസോളിഡേറ്റ് ഉണ്ട്. നമുക്കെന്തായാലും നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയതിനു ശേഷം കുറച്ചൊരു റിസ്കി ട്രേഡാണ് എങ്കിലും നമുക്ക് 20 പോയിൻറ്റ്സ് റിസ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്കെന്തായാലും നോക്കാം. ആക്റ്റീവായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരു ട്രേഡ് എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. 146 ആക്റ്റീവായി. 125 ആണ്, 26 ആണ് സ്റ്റോപ്പ് ലോസ്, 20 പോയിൻറ്റ്സ്. ടാർഗറ്റ് ചെറിയ ടാർഗറ്റാണ്. 153 ആണ് ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. $153 ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് വരാനായിട്ട് 153 ആണ് ടാർഗറ്റ്. 150 ആണ് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് 146 ആക്റ്റീവ് ആയിട്ടുണ്ട്. 53 തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ട്രേഡ് കൃത്യം ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് വന്നു. ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ ഞാൻ ബുക്ക് ചെയ്തു. 153 കൃത്യമായിട്ട് 153ലാണ് ബുക്കായത്. 146 to 150, 52, 53 സ്റ്റോപ്പ് ലോസ് ലിമിറ്റിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്കൊരു
₹900 പ്രോഫിറ്റാണ് ആ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രിയാണ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത് 146 to 153. ഇപ്പോൾ ചെറിയ പോയിൻറ്റ്സേ ഇന്ന് ഉള്ളൂ. ഈ ഒരു ചെറിയൊരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 24,180, അതുപോലെ തന്നെ 24,220. ഒരു 30-40 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് പോലും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 140, 165, 20-25 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല പോയിൻറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടാർഗറ്റിൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തു. നെക്സ്റ്റ് എൻട്രിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള പോയിൻറ്റ്സേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എൻട്രി ടാർഗറ്റ് വെച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മൂവ്മെൻറ്റ് ഉള്ള ദിവസമാണെങ്കിൽ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും, ഇല്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. നിഫ്റ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ആ ഒരു 200 ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതേപോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ റിവേഴ്സലായി കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ വരുന്നു. അപ്പോൾ സപ്പോർട്ട് ഇല്ലാതെ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത് വളരെ ലേറ്റായിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. ഏറ്റവും മുകളിൽ പോയിട്ട് നമുക്ക് ഇനി മിസ്സാവേണ്ട എൻട്രി എന്ന് വിചാരിച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മൂവ്മെൻറ്റ് മിസ്സാവേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന എൻട്രി ആയിരിക്കും. പിന്നെ നമുക്ക് ഇത്രയും സമയം അവിടെ നിന്നതിന് ശേഷം ഇപ്പോൾ ഒരു 12:00 ശേഷം ഒരു നല്ലൊരു ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഡേ ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു എൻട്രി ഇപ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു എൻട്രി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റൂ. നമുക്ക് വെയിറ്റ് ചെയ്ത് ആ ഒരു എൻട്രി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യാം. ഇന്നൊരു 33.80 പോയിൻറ്റ്സിൻ്റെ പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പാണെങ്കിലും അത് ഫില്ല് ചെയ്തു. യെസ്റ്റർഡേയ്സ് ഡേ ലോ ആണ്. അപ്പോൾ ഇന്നലത്തെ ഡേ ലോയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് 130 എൻട്രി ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 24,100. പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ ഇപ്പോൾ 194 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 200 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 200 രൂപയിലെത്തിയത്. അപ്പോൾ ഞാൻ നേരത്തെ നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് പോലും അതൊരു 130, 140 ലെവലുണ്ടായിരുന്നു. 140 ലെവലിൽ നിന്ന് നല്ലൊരു സ്പൈക്ക് വന്നു, 240 ലെവലിലേക്ക് വന്നു. ഇപ്പോൾ ഇതുവരെയുള്ള ഡേ ഹൈ നോക്കുകയാണെങ്കിൽ 247.15 ആണ് വന്നിട്ടുള്ളത്. 24,100 പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഇതുവരെ ഒരു എൻട്രി കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പുട്ട് ഓപ്ഷനിൽ നേരത്തെ ഉണ്ടായിരുന്നു എൻട്രി, കാരണം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന എൻട്രി കോൾ ഓപ്ഷനിൽ നമ്മളൊരു 7 പോയിൻറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 7 പോയിൻറ്റ്സ് ബുക്ക് ചെയ്ത ആ ഒരു നമ്മുടെ ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു 153 ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡേഴ്സിൽ നോക്കുകയാണെങ്കിൽ 150 to 153 ലെവലിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ആ ബുക്ക് ചെയ്ത ലെവലിൽ നിന്ന് റീടെസ്റ്റ് ചെയ്ത് ആ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ഫോൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് ഇനിയൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. പുൾ ബാക്ക് വരുമെന്നറിയില്ല. എന്തായാലും നല്ലൊരു ഫോള് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 മിനിറ്റ്സിൽ 24,120 ലെവലിൽ നിന്ന് 24,000 ഓൾമോസ്റ്റ് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, 24,010.55 ആണ്. 24,010 വരെ വന്നിട്ടുണ്ട്. ഇനി റിക്കവർ ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു മൊമെൻറ്റം നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. 130 ഒരു എൻട്രി ഉണ്ട്. അത്രത്തോളം താഴേക്ക് വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി 200 ട്രേഡ് ചെയ്യുന്നത്. 200 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. 200
200 നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റില്ല. 130 നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാം. എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ടോ നമുക്ക് അറിയില്ല, എങ്കിലും നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. 130 എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതൊരു 60-70 പോയിൻറ്റ്സ് താഴേക്ക് വരണം. 70 പോയിൻറ്റ്സ് താഴേക്ക് വരുന്നൊരു ട്രേഡാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡൗൺ ആവും. നമ്മൾ 200 രൂപയിലാണെങ്കിലും അത് കയറിക്കഴിഞ്ഞാൽ അത് ലോസിലേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ ഹയർ എൻട്രീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് മുകളിലേക്ക് മാറ്റാം. ആസ് ഓഫ് നൗ അതൊരു 130 ലെവലിലാണ് എനിക്ക് എൻട്രി ഉള്ളത്. പെട്ടെന്ന് വന്നൊരു മൂവ്മെൻറ്റാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ അത് താഴേക്ക് വരും പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഇത് ഫോളോ ചെയ്തത് അതുപോലെ തന്നെ ഒരു ബൈയിങ് പ്രഷർ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 130 ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു 60-70 പോയിൻറ്റ്സ് താഴെയാണ്. നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ രാവിലെ 916 പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ട്രേഡ്സ് ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുമോ നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. 130 നമ്മൾ പ്ലേസ് ചെയ്തപ്പോൾ 170 160 വന്നിട്ടുണ്ടായിരുന്നു. 240 ലെവലിലുണ്ടായിരുന്നതാണോ? 240 എന്നത് ഡൗണായി വരുന്നുണ്ട്. പക്ഷേ സമയം 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് 1 മണിക്കാണ്. ഇപ്പോൾ 3 മണിയാവാറായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 160 വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 130 വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റു എൻട്രീസ് ഒന്നും തന്നെ ഇല്ല. ഹയർ പ്രൈസിൽ എടുക്കാനായിട്ടുള്ളൊരു കൺഫർമേഷനോ എൻട്രിയോ ഒന്നുമില്ല. ഇപ്പോൾ സ്പോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബൈയിങ് പ്രഷർ ഡേലോ ലെവൽ ആ ഒരു ക്യാൻഡിലിൽ ഫോം ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 24,150 ലെവലിലേക്ക് ഓൾമോസ്റ്റ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എൻട്രി ആക്റ്റീവ് ആവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അഗെയിൻ ഇനിയും കുറച്ച് സമയം ഒരുപക്ഷെ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തപ്പോൾ ഇന്നത്തെ പൊസിഷൻ, ഇന്നത്തെ ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ 916 നമ്മളൊരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. ചെറിയൊരു ട്രേഡ് മാത്രമാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഓപ്പണിങ്ങിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഫോളോ ചെയ്ത മൂവ്മെൻറ്റ് നമുക്ക് എടുക്കാം. അതിനിടയിലൊരു കോൾ ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. ഇപ്പോൾ നമ്മൾ എൻട്രി എടുക്കാനായി ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർഡറും ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും നമുക്ക് പ്രോഫിറ്റിൽ തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ടുള്ള ട്രേഡ്സ് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കൺസിസ്റ്റൻ്റായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് പോകുന്നതിന് പുറകെ നമ്മൾ ഓരോ ട്രേഡ്സ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് കുറച്ച് കൂടുതലാണ്. ആ ഒരു റിസ്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ചെറുതാണെങ്കിൽ ആ ഒരു റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന കൃത്യമായിട്ടുള്ള ട്രേഡ്സ് മാത്രം ചെയ്യുക, അതല്ലാത്ത ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ നമുക്ക് നോക്കാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.